നമുക്ക് ചേട്ടന്റെ ഒരു പാട്ട് കേട്ടാലോ? ഓഹോ കേക്കാലോ. നമുക്ക് ആ പാട്ട് തന്നെ പാടുമല്ലോ. ഒരു എത്രയോ പ്രാവശ്യം പാടി പാടി മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടം മുഴുവൻ ഏറ്റുവാങ്ങിയ മുത്തേ പൊന്നെ. ആ പാട്ടിന്റെ കഥ അറിയോ? എനിക്കറിയാവുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ സ്വന്തമായിട്ട് എഴുതിയ പാട്ടാണ് ഇതൊക്കെ. അപ്പൊ ചേട്ടൻ ആ പാട്ട് വേറെ ആളെ കൊണ്ട് പാടിപ്പിക്കാൻ എന്തോ പാട്ടുമായിട്ട് പോയതാണെന്നല്ലേ? ആ എന്നിട്ട് ചേട്ടൻ ഇഷ്ടപ്പെട്ടു, മുഖം കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു. പിന്നെ ഭയങ്കര ഗ്ലാമറുള്ള മുഖമായിരുന്നല്ലേ, അപ്പോഴും ഇതിനെക്കാട്ടി ഭയങ്കര ഗ്ലാമറായിരുന്നു. പാട്ട് ഇഷ്ടപ്പെട്ടു എന്ന് മാത്രം എനിക്കറിയാം, അത്രയും കഥ എനിക്കറിയുള്ളൂ. അങ്ങനെ അല്ല, എൻ്റെ ഗ്ലാമർ കണ്ടിട്ടാ സാർ എന്നെ ആ സിനിമയിൽ എടുത്തത്. 2-3 ദിവസത്തെ ഷൂട്ടായിരുന്നു ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് ആ മാർക്കറ്റില്. ആ അപ്പോൾ അതിൽ ഓരോ ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാടി കൊടുക്കണം. ഞങ്ങൾ ഈ മേശയിലിട്ട് കൊട്ടി പാടി കൊടുക്കും. അങ്ങനെ അതൊരു 300 തവണയെങ്കിലും ആ പാട്ട് പാടിയിരിക്കും. അത് 300 തവണ പാടുമ്പോഴും ഈ മേശയിലിട്ട് കൊട്ടണമല്ലോ. പക്ഷേ പിന്നെ കൈയൊക്കെ വേദനിച്ചിട്ട് പിന്നെ സാറ് പറഞ്ഞ് ബുക്ക് വയ്ക്കുക, കൊട്ടണായിട്ട് കാണിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ദിവസം പാട്ടിട്ട് കേൾപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ കൊട്ടാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ പാട്ട് ഷൂട്ട് ചെയ്തത്. എന്തായാലും മാക്സിമം നാച്ചുറൽ ആയിട്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ ആ സീനും ആ പാട്ടും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചു. അപ്പൊ എന്തായാലും മലയാളികളുടെ എല്ലാം ഇഷ്ടഗാനമായ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കണ്ടേ? കേൾക്കണം. റെഡി? മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. എന്തിനു പെണ്ണേ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. രാവിൻ്റെ മാറിൽ മയക്കം കൊള്ളുമ്പം നീയല്ലോ കനവാകേ. പകലിൻ്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും വരയ്ക്കും നിൻ രൂപം മുന്നിൽ. മൊത്തത്തിൽ പറഞ്ഞാൽ നീ എൻ്റെ നിഴലും വെളിച്ചമെന്നിൽ തൂകുന്ന വിളക്കും. മുത്തേ പൊന്നേ പിണങ്ങല്ലേ, എന്തേ കുറ്റം ചെയ്തു ഞാൻ. താനേ തന്നേ തന്നാനേ താനേ, താനേ തന്നേ തന്നാനേ താനേ, താനേ തന്നേ തന്നാനേ താനേ, താനേ തന്നേ തന്നാനേ താനേ. മുത്തേ. ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നു അല്ലേ? എല്ലാ ഇപ്പോൾ എന്താ പറയുക, ശരിക്കും എനിക്ക് പാടുന്നതാണ് ഇഷ്ടം, ഇല്ല എഴുതുന്നതാണ് ഇഷ്ടം. നമ്മള് പാടാൻ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പാടുന്നുള്ളൂ. അങ്ങനെ ചേട്ടൻ ഒരു അവസരം കിട്ടുകയാണ്, ചേട്ടൻ എഴുതിയ ഒരു പാട്ട് ഒരാളെ കൊണ്ട് പാടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ മനസ്സിൽ ഏത് ഗായകനാണ് ചേട്ടന്റെ പാട്ട് പാടാൻ? ഞാൻ എഴുതിയിട്ടുള്ള പാട്ട് പാടിയിട്ടുണ്ടല്ലോ, വിധു പ്രതാപ് പാടിയിട്ടുണ്ടല്ലോ. വിധു പ്രതാപ്. ഏത് പാട്ടാ? കള്ളുഷാപ്പിലെ പാട്ടാണോ? ഞാൻ പാടാം. എപ്പോഴെങ്കിലും വിധു പ്രതാപ് പാടിയിട്ടുള്ള ആ പാട്ട് കേട്ടു നോക്കണം. അങ്ങനെ കേട്ടു നോക്കാം. നീ അറിഞ്ഞില്ല, നിന്നിഴലറിഞ്ഞില്ല, നീ അറിഞ്ഞില്ല, നിന്നിഴലറിഞ്ഞില്ല. മുറ്റത്തുയീറനൊടുത്തു പൂക്കളം ഒരുക്കും നേരം മാഞ്ചോട്ടിൽ മറഞ്ഞു നിന്നൊരു കാമുകനയനം നിന്നഴകു കവർന്നു. നീ അറിയാതെ, നിന്നിഴലറിയാതെ, നീ അറിഞ്ഞില്ല, നിന്നിഴലറിഞ്ഞില്ല. മുറ്റത്തുയീറനൊടുത്തു പൂക്കളം ഒരുക്കും നേരം മാഞ്ചോട്ടിൽ മറഞ്ഞു നിന്നൊരു കാമുകനയനം നിന്നഴകു കവർന്നു. നീ അറിയാതെ, നിന്നിഴലറിയാതെ. തുടങ്ങുന്ന പാട്ടാണ്. ചേട്ടൻ തന്നെ എഴുതി, ചേട്ടൻ തന്നെ സംഗീതം നൽകിയ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഞാൻ സംഗീതം ചെയ്തിട്ടുള്ള ഒരുപാട് പാട്ടുണ്ട്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള സംഗീതത്തിന്റെ പൂർണ്ണ അവകാശം നമ്മൾ ടൂണ് മാത്രം നമ്മൾ പാടുന്നു. പക്ഷെ അതിന്റെ വീണ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട്, ഓർക്കസ്ട്ര ചെയ്യുന്ന ഒരാളുണ്ട്.